ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചൂസ് മീഡിയ. ഞാനിന്ന് വന്നിരിക്കുന്നത് നാടൻ പലഹാരമായ ഇലയടയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ ഇലയട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അട തയ്യാറാക്കാനായി ആദ്യം തന്നെ നമുക്ക് തേങ്ങയും ശർക്കരയും കൂടി ഒന്ന് വിളയിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അരമുറി തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെയുള്ള മിക്സ് ഒന്ന് ഡ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. 1 ടീസ്പൂണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കാനായിട്ടുള്ള പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ മാവിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഒന്ന് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം. അട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വാഴയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ എടുത്ത് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കൈ ഒന്ന് ഇടയ്ക്ക് നനച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും പരത്തി കൊടുക്കുക. വളരെ നൈസായിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ശർക്കരയും കൂടെയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മടക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ അട തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ മാവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അട വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ അടയെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇലയട നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.